പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പ്രഭാഷണത്തിലെ പൊതുവായ ഒരു ശീർഷകം, തലക്കെട്ട്, ടൈറ്റിൽ അനുഷ്ഠാനവും അനുഭവവും എന്നുള്ളതാണ്. പ്രത്യേകമായും ആരാധനയെ സംബന്ധിച്ച ഓർത്തഡോക്സ് സഭയുടെ ആരാധന അനുഷ്ഠാന പ്രധാനമാണ്. ഇതിനു മുമ്പ് അതിൻ്റെ പല വശങ്ങളെ സംബന്ധിച്ചും നമ്മൾ പാഠങ്ങളായി ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴേ ഈ അടുത്ത സമയത്ത് ഒരു അനുഭവം ഞാൻ നിങ്ങളുമൊത്ത് പങ്കിടുകയാണ്. ആ കാരണത്താലാണ് ഈ വിഷയം സംബന്ധിച്ച് കുറച്ചുകൂടെ നമ്മൾ വിശദമായി പഠിക്കാനുണ്ട് എന്നൊരു വിചാരം എൻ്റെ മനസ്സിൽ വന്നത്. ഇന്ന് നമ്മൾ ഈ ആരാധനയും അനുഷ്ഠാനവും അനുഭവവും എന്ന വിഷയം ചിന്തിക്കുമ്പോൾ ദീപം തെളിയിക്കൽ ആരാധനയുടെ ഒരു പ്രധാന കാര്യമാണ്. സന്ധ്യയ്ക്ക് വീട്ടിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. സന്ധ്യയായി നമ്മളുടെ വീടിൻ്റെ ഒരു വശത്ത് ഒരു കൊച്ചുമേശ, അവിടെ വേദപുസ്തകം, നമസ്കാര പുസ്തകം, മറ്റ് പ്രാർത്ഥനാ പുസ്തകങ്ങൾ, അവിടെ ഒരു കൊച്ചു തിരി തെളിയിക്കുവാനുള്ള ഒരു സൗകര്യം, ഒന്നുകിൽ മെഴുകുതിരി അല്ലെങ്കിൽ ഒരു എണ്ണത്തിരി വയ്ക്കുവാനുള്ള സംവിധാനം. നമ്മൾ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ സന്ധ്യയാവുമ്പോൾ തന്നെ തിരി തെളിയിക്കുകയായി. വിശുദ്ധ കുർബാനയ്ക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആരാധനയിൽ ആണെങ്കിലും നമസ്കാര സന്ദർഭങ്ങളിലാണെങ്കിലും അങ്ങനെയാണ്. ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള നമസ്കാര സന്ദർഭത്തിൽ, രാത്രി പ്രാർത്ഥനയുടെ സന്ദർഭമാണ്. രാത്രി പ്രാർത്ഥനയ്ക്ക് മൂന്നാം കൗമയുടെ സന്ദർഭത്തിലാണ് മറ മാറ്റുന്നതും അവിടെ മദ്ബഹ നമുക്ക് കാണാനാവുന്നതും. മദ്ബഹായുടെ നടുവിലായി വിശുദ്ധ ത്രോണോസുണ്ട്. ആ ത്രോണോസിന്മേൽ ഒരു കുരിശുണ്ടാവും. അവിടെ ഒരു തിരി തെളിയിച്ചിട്ടുമുണ്ടാവും. മൂന്നാം കൗമ കഴിഞ്ഞ ശേഷം, രാത്രി പ്രാർത്ഥനയുടെ മൂന്നാം കൗമ കഴിഞ്ഞ ശേഷം ഹല്ലേലൂയ 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 ദൈവമേ നിനക്ക് സ്തുതി എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോഴാണ് മറ വലിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ കാണുക? വിശുദ്ധ ത്രോണോസാണ്. ത്രോണോസ് എന്ന് പറഞ്ഞാൽ സിംഹാസനം. ആരുടെ സിംഹാസനം? പിതാവാം ദൈവത്തിൻ്റെ സിംഹാസനമാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധയിൽ വരുന്നത് കുരിശാണ്. സിംഹാസനത്തിന് നടുവിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നത് കണ്ടു. വെളിപാട് പുസ്തകത്തിൽ ഉണ്ട്, 5-ാം അധ്യായത്തിൽ 6-ാം വാക്യം. പ്രധാനമായും അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൽ തിരി തെളിഞ്ഞിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. 7 ശാഖകളുള്ള നിലവിളക്ക് പ്രോജ്വലിച്ചു നിൽക്കുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. സിംഹാസനം പിതാവ് ഉപവിഷ്ടനായിരിക്കുന്നു. ഗോഡ് the Father is seated. And then the cross, കുരിശ് അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. നമ്മളുടെ പാപത്തിൻ്റെ പരിഹാരാർത്ഥം പുറളിറക്കപ്പെട്ട കുഞ്ഞാടിനെയാണ് അത് അർത്ഥമാക്കുന്നത്. പിതാവിനെ കാണുന്നു, പിതാവിൻ്റെ സാന്നിധ്യം, പുത്രൻ്റെ സാന്നിധ്യം. വിളക്ക്, ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. രാത്രി പ്രാർത്ഥനയുടെ ആ സന്ദർഭത്തിലാണ്, 4-ാം കൗമ ആരംഭിക്കുമ്പോഴാണ്.
പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ദൈവത്തെ ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞ് സ്തുതിച്ച് ദൈവത്തെ നമ്മൾ ദർശിക്കുകയാണ്. അതാണ് അവിടെ ഈ മദ്ബഹ മറവലിച്ച് നമ്മൾ കാണുന്ന ആ സന്ദർഭത്തിലെ ദൃശ്യം. സുന്ദരമായ ഒരു അനുഷ്ഠാനം. ആ അനുഷ്ഠാനത്തിൽ ഈ പ്രാർത്ഥനയും ഈ കാഴ്ചയും എല്ലാം കൂടെ ഉണ്ടാകുന്ന ഒരു അനുഭവം. നമ്മൾ ശ്രദ്ധയോടുകൂടെയാണ് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ സന്ദർഭത്തിൽ അവിടെ ഒരു കാര്യത്തിൽ ശുശ്രൂഷകർ വേണ്ടത്ര ശ്രദ്ധ കാണിച്ചില്ല. രാത്രി പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്ന സന്ദർഭത്തിൽ മദ്ബഹായിൽ മറ ഇട്ട് മദ്ബഹ മറച്ചിട്ടുണ്ട്. എന്നാൽ മദ്ബഹായിലെ എല്ലാ ലൈറ്റുകളും ഓണാണ് എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവനും പ്രകാശമാണ്. ഉടനെ ഞാൻ അവരോട് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. ത്രോണോസ് മാത്രം തെളിഞ്ഞു കാണുന്ന ഒരു കൊച്ച് ലൈറ്റ് മാത്രം ഇടുക. 4-ാം കൗമ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ മറവലിക്കുമ്പോൾ ഈ തിരി തെളിഞ്ഞ് പ്രകാശിക്കുന്നത് നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണണം. ആ വെളിച്ചത്തിൽ ഒരല്പം അരണ്ട വെളിച്ചം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ വെളിച്ചത്തിൽ സിംഹാസനം നമുക്ക്, ത്രോണോസ് നമുക്ക് ദൃശ്യമായി, കുരിശ് നമുക്ക് കാണാനാവുന്നു, വിളക്ക് തെളിഞ്ഞ് പ്രകാശിക്കുന്നു. അപ്പോഴാണ് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഹല്ലേലൂയ 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 എന്ന് ചൊല്ലുന്നത്. ഇതിന് ഒരു വലിയ അർത്ഥമുണ്ട്. ഇതിനൊരു പ്രമാണമുണ്ട്. ആ പ്രമാണം, ആ അർത്ഥം, ആ തത്വം നമ്മൾ ഉള്ളിൽ ഗ്രഹിച്ചുകൊണ്ട് ഈ അനുഷ്ഠാനത്തിൽ, ആരാധനയിലുള്ള ഈ അനുഷ്ഠാനം, ആ അനുഷ്ഠാനത്തിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ തൊടും. ഇതാണ് അനുഭവം. അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ആരാധന നമ്മുടെ ജീവിതത്തെ തൊടുന്നില്ല, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല, അനുഭവം ഉണ്ടാകുന്നില്ല. കുഞ്ഞുങ്ങളെ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് വേണം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം ശ്രദ്ധിക്കേണ്ടതാണ്. 2 കോടി 2.5 കോടി ഒക്കെ രൂപ മുടക്കി വലിയ പള്ളികൾ പണിയുകയാണ്. 50,000 രൂപയ്ക്ക്, 1 കോടി രൂപയ്ക്ക് 1.5 കോടി 2 കോടി അതിലേറെ വലിയ പള്ളികൾ പണിയുകയാണ്. മനോഹരമായി മദ്ബഹ പണി തീർത്തിരിക്കുന്നു. പക്ഷേ അവിടെ വെച്ചിരിക്കുന്ന മെഴുകുതിരി കാലുകളിൽ മേൽ മെഴുകുതിരിയല്ല പ്രകാശിക്കുന്നത്. 1, 2, 3 മെഴുകുതിരി മാത്രം കുർബാനയ്ക്ക് കത്തിക്കും. ബാക്കിയെല്ലാം ഇലക്ട്രിക് ബൾബുകളാണ്. നമസ്കാരം തന്നെയും ഈ ഇലക്ട്രിക് ബൾബുകളെല്ലാം വിടും. എന്നിട്ട് ഒരു തിരി കത്തിച്ചു വെക്കും. ആ ഇലക്ട്രിക് ബൾബിൻ്റെ വലിയ പ്രകാശത്തിൽ ഈ മെഴുകുതിരിയുടെ വെട്ടം നമ്മുടെ കണ്ണുകളിൽ വേണ്ടത്ര വന്ന് പെടുന്നില്ല. യഥാർത്ഥത്തിൽ പ്രതീകാത്മകമായി നമ്മൾ ചെയ്യേണ്ട ആ ദീപം തെളിയിക്കുക എന്ന അനുഷ്ഠാനത്തെ നമ്മൾ ഇലക്ട്രിക് ബൾബുകളുടെ പ്രകാശത്തിൻ്റെ ആധിക്യത്താൽ അതൊരനുഭവമായി വരുന്നതിന് തടസ്സമായി നിൽക്കുകയാണ്. ഇത് വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. ധാരാളം രൂപ മുടക്കി പള്ളി പണിതിരിക്കുന്നു. എന്നാൽ ആ ഇലക്ട്രിക് ബൾബിന് പകരം സാധാരണയുള്ള മെഴുകുതിരി കത്തിച്ച് ആ അനുഷ്ഠാനത്തിൻ്റെ അർത്ഥം വിശ്വാസികളുടെ, ഭക്തരുടെ ഹൃദയത്തിൽ തെളിയിക്കത്തക്ക വിധം, ഉണ്ടായി വരത്തക്ക വിധം നമുക്ക് ക്രമീകരിക്കുവാൻ സാധിക്കാതെ വരുന്നു. വലിയ ചിലവാണ് മെഴുകുതിരിക്ക്. അത് മെഴുകുതിരി ഒരു ചിറങ്ങും, അത് അസൗകര്യമാണ്. അതിന് പുക, അതിനോട് ചേർന്ന് വരുന്ന ഒരു കരി, അതൊക്കെ അസൗകര്യങ്ങളാണ്. പിന്നെ എന്തിനാണ് ഇത്രയും രൂപ മുടക്കി മദ്ബഹായും
പള്ളി മൊത്തവുമായി പണിയുന്നത് എന്ന് ചിന്തിച്ചു പോകും. ഇവിടെ ആ തത്വം എന്തെന്നും പ്രമാണം എന്തെന്നും ഗ്രഹിക്കാതെ പോകുന്നത് കൊണ്ടാണ്, മനഃപൂർവ്വമല്ല. പക്ഷെ പ്രബോധനം ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ ത്രോണോസിൽ ഇലക്ട്രിക് ബൾബുകൾ വയ്ക്കാനേ പാടില്ല. അത് ദീപക്കാഴ്ചയാണ്. ദീപം കത്തിച്ചുകൊണ്ട് ദൈവത്തിന് നമ്മൾ കാഴ്ച സമർപ്പിക്കുക. വെളിവ് നിറഞ്ഞു ഈശോ നിൻ വെളിവാൽ കാണുന്നു. ദൈവമേ, നിന്നെ ഞങ്ങൾ വെളിച്ചമായി കാണുന്നു, ഞങ്ങളുടെ ജീവിതത്തിലെ വെളിച്ചം. ആ വെളിച്ചത്തിൽ ഞങ്ങളെ തന്നെ കാണുന്നു, നിന്നെ കാണുന്നു. ആ വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ഈ അർത്ഥവും അതിനോട് ചേർന്ന് വരുന്ന അനുഭവവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അനുഷ്ഠാനത്തെ ലാഘവപ്പെടുത്തുവാൻ ആർക്കും അനുവാദമില്ലാത്തതാണ്. അനുഷ്ഠാനവും അനുഭവവും അതിലെ ഒന്നാമത്തെ പാഠമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ആ പാഠം മെഴുകുതിരി തെളിഞ്ഞ് പ്രകാശിക്കട്ടെ. ആ മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ ത്രോണോസ് നമുക്ക് ദൃശ്യമാവട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന കുരിശ് നമ്മളുടെ കൺമുമ്പിൽ ശക്തമായി വന്നു നിൽക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമായ പ്രകാശം, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ശക്തമായി നമ്മളുടെ മനസ്സിൽ തൊടും. അങ്ങനെ വരണം. കുഞ്ഞുങ്ങളെ, ഈ പാഠം ഇവിടെ നമുക്ക് ഉപസംഹരിക്കാം. ദീപം, ആരാധനയും അനുഷ്ഠാനവും, അതിൽ ദീപം, ആ ദീപത്തിൻ്റെ അർത്ഥം, അത് നമ്മളുടെ മനസ്സിലുണ്ടാക്കേണ്ട അനുഭവം. ആരാധനയും അതിലുള്ള അനുഷ്ഠാനവും അത് അനുഭവമായി മാറുന്നത് ഈ അനുഷ്ഠാനത്തിൻ്റെ അർത്ഥമെന്താണെന്ന്, പൊരുളെന്താണെന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വേണ്ടവണ്ണം ഗ്രഹിച്ച് ആരാധനയിൽ സംബന്ധിക്കാൻ കഴിയണം എന്നുള്ളത് സംബന്ധിച്ചാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ രാത്രി പ്രാർത്ഥന തുടങ്ങുന്ന സന്ദർഭത്തിൽ മറവലിക്കുകയില്ല. 4-ാം ഗോമയ്ക്ക് മറവലിക്കൂ. പക്ഷെ അങ്ങനെ മറവലിക്കുമ്പോൾ മദ്ബഹായിലെ എല്ലാ ഇലക്ട്രിക് ബൾബുകളും ഇടേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. എന്തുകൊണ്ട് വേണ്ട? ഒരു ചെറിയ അരണ്ട വെളിച്ചത്തിൽ, ചെറിയ ഒരു ലൈറ്റാവാം, അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന പ്രകാശം അരണ്ട വെളിച്ചത്തിൽ സിംഹാസനവും അല്ലെങ്കിൽ ത്രോണോസും കുരിശും ആ സംവിധാനം നമുക്ക് കാണുമ്പോൾ അതിൻ്റെ പൊരുൾ നമ്മുടെ മനസ്സിൽ ശക്തമായി വന്ന് പതിയണം. ഈ പ്രമാണം, അനുഷ്ഠാനത്തിൻ്റെ അർത്ഥം, തത്വം ഗ്രഹിച്ചുകൊണ്ട് ശുശ്രൂഷകർ, വൈദികർ, വിശ്വാസികൾ അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയുമ്പോഴാണ് അനുഷ്ഠാനം അർത്ഥപൂർണമായി തീരുന്നത്, അനുഭവമായി തീരുന്നത്. നിങ്ങൾ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ ചിലരെങ്കിലും തീർച്ചയായിട്ടും വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന ആൺകുട്ടികളാവാം. അവരുടെയും കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരിക്കലും ത്രോണോസിന്മേൽ ഇലക്ട്രിക് ബൾബുകൾ വയ്ക്കാനേ പാടില്ല. അവിടെ 12 മെഴുകുതിരികളുണ്ട്. ആ മെഴുകുതിരികൾ അതിൻ്റെ സ്വാഭാവികതയിൽ നാച്ചുറലായി അത് കത്തിച്ച് അത് വേണ്ട വിധം അനുഷ്ഠാനത്തിൻ്റെ ക്രമപ്രകാരം അതൊക്കെ ചെയ്യുമ്പോൾ അത് വലിയ അർത്ഥപൂർണമായി നമ്മളുടെ മനസ്സിൽ വരും. കുഞ്ഞുങ്ങളെ, ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠാനത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അത് നമുക്ക് അനുഭവമായി വരും. ഈ അനുഷ്ഠാനത്തിൻ്റെ അർത്ഥവും അതിൻ്റെ അനുഭവവും നമ്മുടെ മനസ്സിൽ വരുന്നത് അതിൻ്റെ പിമ്പിലുള്ള പ്രമാണം, തത്വം നമ്മൾ ഗ്രഹിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ആ പ്രമാണം എന്താണെന്ന് നിങ്ങളോട് ഇന്ന് പ്രത്യേകമായി സൂചിപ്പിക്കണം എന്ന് കരുതി ഈ പാഠം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. കുഞ്ഞുങ്ങളെ,
ദൈവം വെളിച്ചമാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, കർത്താവ് പറയും. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് നമ്മളോട്. വെളിച്ചമായ ദൈവത്തെ കാണാൻ ആരാധനയിലൂടെ, പ്രായോഗിക ജീവിതത്തിലൂടെ ആ ദൈവത്തെ സ്വാംശീകരിച്ച് നമ്മളും നമുക്ക് തന്നെ വെളിച്ചമാകാനും ആ വെളിച്ചത്തിന് ഒരു ചുറ്റുവട്ടം ഉണ്ടാക്കിയെടുക്കാനും ലോകത്തിന് ഇത്തിരി പ്രകാശം പകർന്നു കൊടുക്കുന്ന കൊച്ചു കൊച്ചു മൺചിരാതുകളായി രൂപാന്തരപ്പെടാനും ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും സഹായിക്കും.